എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ യദുകൃഷ്ണൻ. ചെർപ്പളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. വർദ്ധിച്ചു വരുന്ന താപനിലയും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളും മൂലം സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം എന്ന നിലയിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജില്ല പ്രത്യേകിച്ചും വളരെയധികം ഊഷ്മാവ് 42-43 ഡിഗ്രിയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് വരുന്നൊരു ജില്ലയായതുകൊണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും മറ്റുള്ളവർക്കും സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ സൂര്യതാപം എന്ന് വെച്ചാൽ, വളരെയധികം ടെമ്പറേച്ചർ നമ്മുടെ ദേഹത്ത് വരുമ്പോൾ ശരീരത്തിൽ നിന്നും വെള്ളത്തിൻ്റെ നഷ്ടം വരുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് അഥവാ ചൂട് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും സാധാരണഗതിയിലുള്ള ഒരു അവസ്ഥയാണ് ഹീറ്റ് എക്സോഷൻ. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് മൂലം ആൾക്ക് വളരെയധികം ക്ഷീണം, തളർച്ച, ഛർദ്ദിക്കാൻ വരൽ, ഓക്കാനിക്കാൻ തോന്നുക, വളരെയധികം കൈകാലുകൾക്ക് കുഴച്ചിൽ, തലകറക്കം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ ഒരു അവസ്ഥ വളരെ മാരകമല്ല. കൃത്യസമയത്ത് ചൂടിൽ നിന്നും മാറി നിൽക്കുക, വെള്ളം ധാരാളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതിന് വഴി ഹീറ്റ് എക്സോഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ നിരന്തരമായി ഈ ചൂടുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികൾക്ക് ഇതുമൂലം ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്നൊരവസ്ഥയിലേക്ക് എത്താം. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേക രീതിയിലുള്ളൊരു അവസ്ഥയാണ്. 40 ഡിഗ്രിയിൽ കൂടുതൽ ആളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വരിക, വളരെയധികം ശരീരത്തിലെ BP കുറഞ്ഞു പോവുക, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, കൺഫ്യൂഷൻ, ചിലപ്പോൾ ആള് അബോധാവസ്ഥയിലേക്ക് വരെ പോകാവുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെ അപകടകരമാണ്. സൂര്യാഘാതം ഏൽക്കുന്നൊരു വ്യക്തിക്ക് ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയാനും അറ്റാക്ക് പോലെ വരാനും മരണകാരണമാവാനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്ന ഒരു വ്യക്തിയെ എത്രയും വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, BP മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ള ചികിത്സകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് നമുക്ക് വളരെ ലഘുവായിട്ടുള്ള കുറച്ച് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പുറത്ത് നിന്നുകൊണ്ടുള്ള ജോലികൾ കഴിവതും ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം. സാധാരണ ടെമ്പറേച്ചറുള്ള വെള്ളം കുടിക്കുന്നതാണ് സേഫ് ആയിട്ടുള്ളത്. ഒരുപാട് ഐസ് പോലെ തണുപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കൂടുതൽ അപകട സാധ്യത കൂട്ടാനാണ് സാധ്യതയുള്ളത്. പിന്നെ ഒരുപാട് ഉപ്പടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുന്നതും നല്ലതല്ല. അതായത് ഈ പറയുന്ന സർബത്ത് പോലത്തെ സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്നത് ശരീരത്തിലെ സോഡിയം ലെവൽ കൂട്ടാനും അത് പിന്നീട് മറ്റ് അസുഖങ്ങൾ വരുത്താനും സാധ്യതയുള്ളത് കൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. സാധാരണ വെള്ളം, കരിക്കും വെള്ളം, ORS പോലത്തെ ലായനികൾ കുടിക്കുന്നത് സേഫാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ലൈറ്റ് ആയിട്ടുള്ള അധികം കട്ടിയില്ലാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ ഡ്രസ്സ് ധരിക്കാതെ, ഷർട്ടൊന്നും ഇടാതെ പുറത്ത് പോകുന്നത് കഴിവതും ഒഴിവാക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ തണുപ്പുള്ള തണലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരോഗ്യാലയത്തിൽ വന്ന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ചൂട് കൂടുതലുള്ളത് കൊണ്ട് മറ്റ് മൃഗങ്ങൾ ഇതുപോലെ നമ്മുടെ വീടുകളിലേക്ക് വരാനും പാമ്പുകടി ഏൽക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നുണ്ട്. അപ്പം അതിനെതിരെയും ഒരു ശ്രദ്ധ വേണം. കഴിവതും തണുത്ത തറയിൽ കിടന്നുറങ്ങാതിരിക്കുക. ആ ഒരു സാധ്യതയുള്ളപ്പോൾ പലപ്പോഴും പാമ്പുകടി ഏൽക്കാനുള്ള റിസ്ക് ഉണ്ട്. വീടിൻ്റെ ജനലുകളെല്ലാം വൈകുന്നേരങ്ങളാകുമ്പോൾ ഉറപ്പായിട്ടും അടച്ചിടുക. എല്ലായ്പ്പോഴും കിടക്കുന്ന പരിസരങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക, എന്തെങ്കിലും മൃഗങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത്. മൃഗങ്ങളുമായിട്ടുള്ള പാമ്പുകടി പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായകമായിരിക്കും. മറ്റൊരു പ്രശ്നമുള്ളത്, ശുദ്ധമായിട്ടുള്ള ജലം കിട്ടാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ വയറിളക്ക സാധ്യത ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. പുറത്തു നിന്ന് കഴിവതും വെള്ളം കുടിക്കാതിരിക്കുക. തിളപ്പിച്ചാറ്റിയ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ഡോക്ടർമാരുമായിട്ട് സംവദിക്കാവുന്നതാണ്.